സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയേണ്ടത് എന്താന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ സെറ്റപ്സ് ഉണ്ടല്ലോ, നമ്മുടെ സ്ട്രാറ്റജി വൈസ് നമുക്ക് കിട്ടുന്ന സെറ്റപ്സിന് ഒന്നും കൂടി ക്വാളിറ്റി സെറ്റപ്സ് ആക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രിക്സുകളോ ചെറിയ ചെറിയ ടിപ്സോ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാം. സോ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയാം. ഓക്കെ, സോ ഫസ്റ്റിൽ നമ്മൾ ഹൈ ടൈം ഫ്രെയിമിലൊക്കെ ബേസിൽ നമ്മൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് ഇത് ലോ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഈ ഒരു ഹൈ, ഓക്കെ, ഈ ഒരു ലോയും ഈ ഒരു ഹൈന്റെ ഇടയിലുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ആയി. സോ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണ്? ഈ ഒരു ലോക്കും ഈ ഒരു ഹൈന്റെ ഇടയിലുള്ള ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്താൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ഇങ്ങനെ പോയി മാർക്കറ്റ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആക്കി നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യാം? ഏത് ഹൈ വരെ പോകുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം? ഈ ഹൈ. ഓക്കെ, ഇത് വരെ ആയിരിക്കും നമ്മൾ മാക്സിമം ടി പി നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു രീതിക്ക് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ അതിന്റെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ എൻട്രി 5 മിനിറ്റിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, സോ ഈ ഒരു ഏരിയയിലാണ് ആ 4 ഹവറിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ 5 മിനിറ്റിൽ ഒന്ന് ടാപ്പ് ആയത്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? രണ്ടാമത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എൻട്രി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്രൈറ്റീരിയ. പക്ഷെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പേരും മിസ്റ്റേക്സ് വരുത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ ഇത് എക്സാമ്പിൾ ആക്കി ഈ ഒരു ഏരിയ തന്നെ എടുത്തത്. ഓക്കെ, നമുക്ക് നമ്മളെ ഒരു മിസ്റ്റേക്സ് പറഞ്ഞു തരാൻ പറ്റിയ, നമുക്ക് തിരുത്തി കാണിച്ചു തരാൻ പറ്റിയ നല്ലൊരു എക്സാമ്പിൾ ആണ്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ലോ ഇവിടെ തന്നു. ഓക്കെ, ദെൻ ഈ ഒരു ഹൈ തന്നു. അപ്പൊ ഈ ഒരു ഹൈന്റെ ഇടയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യണം. സോ രണ്ടാമത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ അധിക പേര് എന്താ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഫസ്റ്റത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ലോ ആൻഡ് ഈ ഒരു ഹൈന്റെ ഇടയിലുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ദെൻ ഇവിടെ രണ്ടാമതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടില്ലേ? കൂടുതൽ പേര് എന്ത് ചെയ്യാം? ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള രീതി പ്രകാരം രണ്ടാമത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് എൻട്രി എന്ന് പറഞ്ഞത് പ്രകാരം അവർ എന്ത് ചെയ്യും? ഇവിടെ എൻട്രി എടുക്കും. പക്ഷെ ഇതൊരു ഇൻവാലിഡ് എൻട്രി ആണ്. കാരണം എന്താണ്? നമ്മുടെ ക്രൈറ്റീരിയ പ്രകാരം നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒരു ലോ ആൻഡ് ഹൈ അതിന്റെ ഇടയിലോട്ടുള്ള എത്ര ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായാലും പ്രശ്നമില്ല. അപ്പൊ ഇവിടുന്ന് റിയാക്ഷൻ തന്നാലും പ്രശ്നമില്ല, ഇവിടെ താഴോട്ട് വന്നിട്ട് റിയാക്ഷൻ തന്നാലും പ്രശ്നമില്ല. ഏതെങ്കിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തട്ടിയിട്ട് റിയാക്ഷൻ, പക്ഷെ ഏറ്റവും പ്രോബിലിറ്റി എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തിട്ട് പോകുന്നതാണ്. ഓക്കെ, സപ്പോസ് മാർക്കറ്റ് എന്ത് ചെയ്യും? ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വരാതെ തന്നെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് തന്നെ റിയാക്ഷൻ തരും. സോ നമ്മുടെ ക്രൈറ്റീരിയ പ്രകാരം നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലല്ല. നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ ഫോം ആയി. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ഇനി എത്ര ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായാലും പ്രശ്നമില്ല. കൂടുതൽ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഒരു 3 ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ മുകളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ നമ്മൾ പറഞ്ഞ പോലെ ഇതിപ്പോ 5 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റും അതേപോലെ 30 മിനിറ്റ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് വൃത്തിക്കുള്ള ഒരൊറ്റ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ട്രേഡ് എടുക്കാൻ നോക്കുക. ഓക്കെ, നമ്മൾ എൻട്രി ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഫുൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തിനാണ് 50 മിനിറ്റിലും 30 മിനിറ്റിലൊക്കെ പോകേണ്ടി എന്നുള്ള കാര്യം. ഓക്കെ, സോ ഇതിന്റെ ഉള്ളിൽ എത്ര ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായാലും പ്രശ്നമില്ല. ഓക്കെ, വൺസ് ഈ ഒരു മാർക്കറ്റ് പ്രൈസ് വന്നിട്ട് ഏതെങ്കിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ തട്ടിയിട്ട് റിയാക്ഷൻ തന്നിട്ട് എന്നിട്ട് നെക്സ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യണം ഇവിടെ. ഓക്കെ, അവിടെയാണ് നമ്മുടെ എൻട്രി വരുന്നത്. അല്ലാതെ ഈ ഒരൊറ്റ ഹൈസിന്റെ ലോന്റെ ഹൈന്റെ ഇടയിൽ എത്ര ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കിയാലും രണ്ടാമത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എൻട്രി എടുക്കരുത്. ഓക്കെ, എത്ര ഇതിന്റെ ഈ ഒരു ലെഗിന്റെ ഉള്ളിൽ ഈ ഒരു ലോന്റെ ഹൈന്റെ ഉള്ളിൽ എത്ര ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ഏതെങ്കിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് റിയാക്ഷൻ തന്നിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നാണെങ്കിൽ അത്രത്തോളം ബെറ്റർ. കാരണം ഇനി അവിടെ താഴോട്ട് പോകേണ്ട ആവശ്യമില്ല മാർക്കറ്റിന്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഇതും ഓക്കെ ആണ്. ഇവിടുന്ന് റിയാക്ഷൻ, ഓക്കെ, ഈ ഒരു റിയാക്ഷൻ ഇവിടുന്ന് തന്നിട്ട് അഗൈൻ മാർക്കറ്റ് എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക. ഇത് ഒന്നുകൂടി റിസ്ക് ഉള്ള എസ് എൽ ആയിരിക്കും. ഇത് സേഫസ്റ്റ് എസ് എൽ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും വെക്കുക. ഓക്കെ, എന്നിട്ട്
നമ്മുടെ എക്സ്ട്രീം ടി പി ആയിട്ട് നമ്മൾ ഈ ഒരു 4 ഹവറിന്റെ ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു രീതിക്ക് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് RR കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 15 മിനിറ്റിലും 5 മിനിറ്റ് 30 മിനിറ്റിലും ഒന്നും വേറെ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിക്ക് TP വെക്കാം. ബട്ട് നമുക്ക് വളരെ റിസ്ക് കുറച്ചിട്ട്, അതായത് നല്ല കാം ആയിട്ട് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോ ഇതിൽ 30 മിനിറ്റിലും 15 മിനിറ്റിലും ഇനിയിപ്പോ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, നമുക്ക് ഏറ്റവും കൂൾ ആൻഡ് കാം ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്നത് SL ഇവിടെ സേഫ് ആക്കി ഇവിടെ വെക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ എക്സ്ട്രീം TP ഇവിടെ. ഓക്കെ, ഇതിന്റെ മുകളിൽ പോയത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ മുകളിൽ പോയാൽ ചിലപ്പോൾ മാർക്കറ്റ് ഇതുവരെയാണ് നമ്മൾ മാർക്കറ്റ് പോകാൻ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു മൂവ്. സോ ആ ഒരു രീതിക്ക് നമുക്ക് ഇവിടെ എൻട്രി കിട്ടിയിട്ടുണ്ടോ നോക്കാം. സോ ഇത് നമ്മുടെ എൻട്രി അല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോ മാർക്കറ്റ് എന്ത് ചെയ്തോ, നെക്സ്റ്റ് നമ്മുടെ സെറ്റപ്സ് ഇവിടെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടോ എന്ന് നോക്കാം. അതായത് ഇവിടുന്ന് ഏതായാലും ക്രിയേറ്റ് ആക്കിയിട്ടില്ല, രണ്ടാമതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റ് ആക്കിയിട്ടില്ലല്ലോ. മാർക്കറ്റ് എന്ത് ചെയ്തോ, ഈ ഒരു ഫെയർ ഇങ്ങനെ തന്നിട്ട് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റിയാക്ഷൻ തന്നിട്ട് പുതിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റ് ആക്കിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തോ, നമ്മൾ നെക്സ്റ്റ് നോക്കുക. അതിന് താഴെ പോയി ക്ലോസ് ചെയ്തല്ലോ മാർക്കറ്റ്. അഗെയിൻ ഇതിന്റെ താഴെ വന്ന് ക്ലോസ് ചെയ്തു. ദെൻ മാർക്കറ്റ് എന്ത് ചെയ്യാ, നെക്സ്റ്റ് സ്വിംഗ് ലോ ഇവിടെ ഉണ്ടാക്കി ആൻഡ് സ്വിംഗ് ഹൈ. ഓക്കെ, സ്വിംഗ് ലോ ആൻഡ് സ്വിംഗ് ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിന്റെ ഉള്ളിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്ട്രീമലായിട്ട് വരുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വരാതെ ഫസ്റ്റ് ഉള്ള ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നെ റിയാക്ഷൻ തന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ എൻട്രി ഇവിടെ ആയിരിക്കും വരിക എന്നറിയാം. സോ നമ്മുടെ എൻട്രി വരിക, അതായത് ഈ ഒരു സ്വിംഗിലോ ഈ ഒരു സ്വിംഗ് ഹൈന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്ട് ചെയ്തിട്ട് പുതിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആക്കി. ഇല്ലേ, ഇവിടെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിട്ട് ക്ലോസ് ആവുള്ളൂ. ഓക്കെ, അത് വെയിറ്റ് ചെയ്യണം. ഈ ഒരു മൂന്നാമത്തെ ക്യാൻഡിലും ക്ലോസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നാലേ ഇത് ചിലപ്പോൾ താഴോട്ട് വന്നിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ക്ലോസ് ആയാൽ നമുക്ക് ഒരു എൻട്രി നോക്കൂല. ഓക്കെ, സോ നമ്മൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സോ ഈ ഒരു മൂന്നാമത്തെ ക്യാൻഡിലും കൂടി ക്ലോസ് ആയാൽ മാത്രമേ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വൺസ് ഈ ഒരു മൂന്നാമത് ക്യാൻഡിൽ ഇങ്ങനെ ഫെയർ വാല്യൂ ഗ്യാപ്പോട് കൂടി ക്ലോസ് ആയി. ഓക്കെ, ഇങ്ങനെ ക്ലോസ് ആയാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ലോ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കും. നമ്മുടെ മാക്സിമം TP ഇവിടെ ആയിരിക്കണം വരേണ്ടത്. ഇതിപ്പോ ചെറിയ സെറ്റപ്സ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഈ രീതിക്ക് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ എൻട്രി ക്രൈറ്റീരിയ എങ്ങനെയാണെന്നാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു തരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു RR ആണ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, തീർച്ചയായിട്ടും ഇവിടെ തന്നെ SL വെക്കാൻ നോക്കുക. ഓക്കെ, സോ ജസ്റ്റ് നമ്മൾ നമ്മുടെ 50 മിനിറ്റിലോട്ടും അതേപോലെ 30 മിനിറ്റിലോട്ടും സ്വിച്ച് ചെയ്ത് നോക്കുക. അതിൽ നമ്മൾ എൻട്രി എടുക്കുന്നതിന് താഴെയായിട്ട് അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, 50 മിനിറ്റിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എൻട്രി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 5 മിനിറ്റ് പ്രകാരം നമുക്ക് ഇവിടെ തന്നെ എൻട്രി ഇടാം. ഓക്കെ, ബട്ട് നമ്മൾ SL വെക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയയിൽ വെക്കാൻ നോക്കുക. ഓക്കെ, ഇത്രയും ലെഗിന് താഴോട്ട് പോകണമെന്നില്ല. ഇവിടെ ഒരു ബിയറിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഈ ഒരു ഏരിയയിൽ വെച്ചാൽ മതി. ഒരു പ്രീവിയസ് ക്യാൻഡിലിന്റെ ബിയറിഷ് ക്യാൻഡിലിന്റെ വിക്കിന്റെ താഴെയായിട്ട് വെച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. വൺസ് ഇതിന്റെ നമ്മൾ എൻട്രി എടുക്കുന്നതിന് താഴെ ഹൈ ടൈം ഫ്രെയിം, അതായത് 5 മിനിറ്റിൽ എൻട്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 50 മിനിറ്റിലോ അതേപോലെ 30 മിനിറ്റിൽ ഓക്കെ ഈ രണ്ട് ടൈം ഫ്രെയിമിൽ താഴെയായിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫില്ല് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ SL ഇതിന് താഴോട്ട് വെക്കണം. ഓക്കെ, വൺസ് മാർക്കറ്റ് ഇവിടുന്ന് റിയാക്ട് നമുക്ക് എൻട്രി കിട്ടിയാലും നമ്മൾ ലോ ടൈം ഫ്രെയിമിൽ ലോ കണ്ടല്ലോ 5 മിനിറ്റിൽ, ബട്ട് സ്റ്റിൽ അതൊരു ലിക്വിഡിറ്റി ആയിട്ട് ലിക്വിഡിറ്റി സ്വിംഗ് ലോ ആയിട്ട് ആക്ട് ചെയ്തിട്ട് 5 മിനിറ്റിന് വെച്ച് നോക്കുമ്പോൾ 50 മിനിറ്റും 30 മിനിറ്റും ഒക്കെ വലിയ ടൈം ഫ്രെയിം ആണല്ലോ. സോ ഇവിടുന്ന് റിയാക്ഷൻ തരാനും പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഇത് നല്ല വോളി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു 4 ഹവറിന് അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു FUG ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര മാർക്കറ്റ് തിരിച്ച് ഇവിടെ വരാതെ പോയത്. ബട്ട് മാർക്കറ്റ് നമ്മൾ ഇവിടുന്ന് എൻ്റർ ആയി ഇവിടെ വന്നിട്ട് പോയാലും പ്രശ്നമില്ല. ഇനിയിപ്പോ സപ്പോസ് ഇവിടുന്ന് ഡയറക്റ്റ് മേലോട്ട് തന്നെ പോയാലും പ്രശ്നമില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സേഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കണം വൺസ് ഇത് ക്രിയേറ്റ് ആയാലും. ഓക്കെ, സോ ഈ ഒരു കാര്യത്തിൽ ഇനി ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുകയാണ്. നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഈ ഒരു ഭാഗം പറഞ്ഞു തന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഒരു 5 മിനിറ്റിലെ എൻട്രി ക്രൈറ്റീരിയ ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാനാണ്. ഓക്കെ, അധിക പേരും ഈ ഒരു ഭാഗത്ത് എൻട്രി എടുക്കാൻ നോക്കും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ FEG എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് എൻട്രി എടുക്കാൻ നോക്കും. ഇതെല്ലാം നമ്മൾ എൻട്രി ക്രൈറ്റീരിയ ഈ ഒരു രീതിക്കാണെന്ന് കാണിച്ചു തരാനായിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു എൻട്രി സെറ്റപ്സ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ,
ദെൻ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് പറയാൻ പോകുന്നത് കിൽ സോൺസ് ആണ്. കിൽ സോൺസ് നമ്മൾ ഫസ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിൽ സോൺസിന്റെ ഇമ്പോർട്ടൻസ് കുറച്ച് കൂടുതലാണ് നമ്മൾ സ്ട്രാറ്റജിയിൽ നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കിൽ സോൺസിന്റെ യൂസിങ് എന്താണ് നമ്മുടെ സ്ട്രാറ്റജിയിൽ എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇൻഡിക്കേറ്റർ ഇവിടെ ICT KZS നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫേവറേറ്റില് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ICT സെഷൻ കിൽ സോൺ ബോക്സസ് ആൻഡ് ഡേവിയേഷൻസ്, അതാണ് നമ്മുടെ ആ ഒരു ടൂളിന്റെ പേര്. സോ നമ്മൾ മെയിൻ ആയിട്ട് ഇതൊക്കെ കിൽ സോൺസ് ആണ്. ഓക്കെ, ഈ ഒരു ദിവസം 3 കിൽ സോൺസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അതായത് ഒന്നിന്റെ ടൈം, ഈ ഒരു ടൈമിങ്സ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നമ്മളെ ന്യൂയോർക്ക് ടൈമിങ്സ് ആണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ടൈം പ്രകാരമല്ല ഇവിടെ കാണിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ചെറിയൊരു വേരിയേഷൻ വരാം. ഇപ്പൊ ഇതിൽ 2 to 5 എന്ന് പറയുന്നത് നമ്മുടെ ഒരു 12:30 മുതൽ ഒരു 3:30 വരെയുള്ള ടൈം ആയിരിക്കും നമ്മുടെ ഇന്ത്യൻ ടൈം. ഓക്കെ, സോ ഈ ഒരു ടൈമിങ്സ് തന്നെയാണ് നിങ്ങളെ ഇൻഡിക്കേറ്ററിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് നോക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് ചേഞ്ച് ചെയ്തിട്ട് സേവ് ആസ് ഡിഫോൾട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു രീതിക്ക് അവൈലബിൾ ആവും. സോ ഇത് ഏഷ്യൻ കിൽ സോൺ ആണ്. ഓക്കെ, കിൽ സോൺ എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിന് നല്ല വോളിയം മൂവ്മെന്റ് ഒക്കെ വരുന്ന ഒരു ടൈം ആണെന്ന് വെച്ചാൽ, വൺസ് മാർക്കറ്റ് നമ്മളെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ 4 ഹവറിന്റെ ആയാലും അതേപോലെ ഡെയിലിയുടെ ആയാലും നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നിട്ട് നമ്മൾ എൻട്രി ക്രൈറ്റീരിയ നോക്കല്ലോ. സോ നമ്മൾ മാർക്കറ്റിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പ്രൈസ് വരുമ്പോൾ എൻട്രി നോക്കല്ലോ. സോ അങ്ങനെ എൻട്രി നോക്കുമ്പോൾ എന്തായിരിക്കണം, ആ ഒരു കിൽ സോൺ ടൈമിലായിരിക്കണം മാർക്കറ്റിൽ നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് പ്രൈസ് വന്നിട്ടുണ്ടാവേണ്ടത്. ഓക്കെ, പ്രൈസ് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വരേണ്ടത് കിൽ സോൺ ടൈമിലായിരിക്കണം. അത് വളരെ കമ്പൽസറി ആയിട്ടുള്ള ഒരു റൂളാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജിന്റെ റൂൾ തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി സെറ്റപ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ചില എക്സെപ്ഷണൽ കേസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കിൽ സോൺ ടൈമിൽ അല്ലെങ്കിൽ പോലും ഫെയർ വാല്യൂ ഗ്യാപ്പ് റിയാക്ഷൻ പോകും. പക്ഷെ അത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റൂൾ ബേസിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്ന രീതിക്ക് ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, സോ വൺസ് ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട്, ഞാൻ എക്സാമ്പിൾ ഇതിൽ കാണിച്ചു തരാൻ പറയുന്നതുള്ളൂ, ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് വരുന്ന ടൈം ഏതായിരിക്കണം, ഒന്നുകിൽ 12:30 മുതൽ, നമ്മുടെ ഇന്ത്യൻ ടൈമാണ് 12:30 to 3:30. ഓക്കെ, ഇത് ചെറിയ മാറ്റം വരും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ലൈറ്റ് സേവിങ്സ്, ഇത് ചില മാസങ്ങളിൽ എത്രയായിരിക്കും, 1 മണിക്കൂർ ബാക്കിലോട്ട് വരും. 11:30 മുതൽ 2:30 വരെ ആകുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. ഓക്കെ, ലണ്ടനിന്റെ കാര്യമാണ് പറഞ്ഞത്. അതേപോലെ ഈ ഒരു ന്യൂയോർക്കും ചില മന്ത്സിൽ ഈ ഒരു ടൈമിങ്സിൽ ചെറിയ 1 ഹവറിന്റെ ഡിഫറൻറ്റ് വരാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ടൈമിങ് 12:30 മുതൽ 3:30 വരെയാണ് നമ്മുടെ ഇന്ത്യൻ ടൈം നോക്കുമ്പോൾ. ഓക്കെ, ചില മാസങ്ങളിൽ എന്തായിരിക്കും, ഇത് 1 ഹവർ ബാക്കിലോട്ട് വരും. ഓക്കെ, 11:30 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2:30ക്ക് എൻഡ് ആവുന്ന രീതിയിൽ. ഓക്കെ, ആ ഒരു രീതിക്ക് ഇത് ലണ്ടൻ കിൽ സോൺ എന്ന് പറയും. ദെൻ ഈ ഒരു കിൽ സോൺ, ന്യൂയോർക്ക് കിൽ സോൺ ടൈമിംഗ് അപ്ലൈ ആയിരിക്കും. ഇപ്പൊ 6:30 മുതൽ എത്ര വരെയുണ്ട്, 10:30 വരെയാണ്. ഇത് ചില ഈ ഒരു നമ്മൾ പറഞ്ഞില്ലേ ഡേ ലൈറ്റ് സേവിങ്സിന്റെ ഭാഗമായിട്ട് ചില ടൈമിൽ എങ്ങനെ വരും, 6:30 എന്നുള്ളത് 5:30ക്ക് വരും. 5:30 മുതൽ 9:30 വരെ ആ ഒരു രീതിക്കും കിൽ സോൺ വരാറുണ്ട്. പക്ഷെ ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾ ജസ്റ്റ് ഓൺ ആക്കി ഇട്ടാൽ മതി, ഓട്ടോമാറ്റിക് അതിൽ സെറ്റ് ആയിക്കോളും. നമ്മൾ അതിനെ കുറിച്ച് വറീഡ് ആവേണ്ട ആവശ്യമില്ല. സോ കിൽ സോണിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോ നമ്മൾ 4 ഹവറിന്റെ ഒരു FVG നമ്മൾ ക്രൈറ്റീരിയ പ്രകാരം നമ്മൾ നോക്കുക. ഓക്കെ, നമുക്കിപ്പോ ഇവിടെ ഈ ഒരു 4 ഹവറിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആക്കിയല്ലോ. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് വന്നല്ലോ. ഓക്കെ, ഈ ഒരു വന്ന് ടാപ്പ് ആയി ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് ടാപ്പ് ആയത് കിൽ സോൺ ടൈമിലാണോ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എൻട്രി എടുക്കാനായിട്ട് 5 മിനിറ്റിൽ പോയി നോക്കുമ്പോൾ മാർക്കറ്റ് അവിടെ ടാപ്പ് ആയിട്ടുള്ളത് കിൽ സോൺ ടൈമിലാണോ എന്ന് നോക്കുക. ഓക്കെ, ഇപ്പൊ എന്ത് സംഭവിച്ചത്, ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു കിൽ സോൺ ആണ്, ലണ്ടൻ കിൽ സോൺ. 12:30 മുതൽ 3:30 വരെ അതിന്റെ ഉള്ളിലാണല്ലോ നമ്മുടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് തന്നിട്ട് നമുക്ക് എൻട്രി കിൽ സോൺ തന്നെ കിട്ടണമെന്നില്ല. നമ്മൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് ടാപ്പ് ആവലുണ്ടല്ലോ, ഈ ഒരു സിനാരിയോ സംഭവിക്കേണ്ടത് കിൽ സോൺ ടൈമിലായിരിക്കാം. അത് വളരെ കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു കിൽ സോൺ ടൈമിൽ ഞാൻ വീണ്ടും പറയുകയാണ്, അത് ക്രൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു കിൽ സോൺ ടൈമിൽ അല്ലെങ്കിൽ പോലും ഫെയർ വാല്യൂ ഗ്യാപ്പിന് റിയാക്ഷൻ നമ്മൾ കൺഫർമേഷൻ ഒക്കെ വരുന്നത് കാണാം. പക്ഷെ അത് പ്രോബബിലിറ്റി വളരെ കുറവാണ്. സോ മാക്സിമം ഈ ഒരു കിൽ സോൺ ടൈമിൽ, അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ടൈം ലാഭിക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. കാരണം 12:30 മുതൽ നമ്മൾ മാർക്കറ്റിൽ ഇരുന്ന് നോക്കിയാൽ മതി. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ടൈമിൽ
12:30 മുതൽ മാർക്കറ്റിൽ ഇരുന്ന് വാച്ച് ചെയ്ത് തുടങ്ങിയാൽ മതി. കാരണം 12:30 മുതൽ നിങ്ങൾ മാർക്കറ്റിൽ ഇരുന്ന് 12:30ക്ക് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു 11:30 12:30 ആ ഒരു ടൈമിന്റെ ഉള്ളിൽ അവിടുന്ന് മുതൽ ഏതെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മുടെ എൻട്രി പ്രകാരം ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് തട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു 3:30 ഉണ്ടല്ലോ, ഈ ഒരു 3:30 കഴിഞ്ഞിട്ടും ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 3:30ന്റെ ശേഷമാണ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നിട്ടുള്ളത് റിയാക്ഷൻ തരുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണ്ട. മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വരുന്നത് കിൽ സോൺ ടൈം കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു 12:30 മുതൽ 3:30 വരെയുള്ള ടൈമിന്റെ ഉള്ളിൽ മാർക്കറ്റ് സ്റ്റിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് ഈ ഒരു മാർക്കറ്റ് വന്നിട്ടില്ല. ഓക്കെ, ദെൻ നിങ്ങൾ കൺഫർമേഷൻ കിട്ടിയാൽ നിങ്ങൾ എൻട്രി എടുക്കരുത്. ഓക്കെ, അത് മാനിപ്പുലേഷൻസ് ആവാൻ സാധ്യതയുണ്ട്. ലിക്വിഡിറ്റി, അതായത് ചിലപ്പോ ഈ ഒരു ടാപ്പ് ഇവിടെ തന്നിട്ടില്ല, ഇതിന്റെ മേലെയാണ് ഈ ഒരു ബോക്സ് വന്നിട്ടുള്ളതെന്ന് വിചാരിച്ചോ. ഓക്കെ, അതായത് ഈ ഒരു മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കളിച്ചിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വന്നിട്ടില്ല. നമ്മുടെ ഈ ഒരു കിൽ സോണിന്റെ ടൈം ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു. ദെൻ ഈ ഒരു കിൽ സോൺ ഉണ്ടല്ലോ, ഈ ഒരു കിൽ സോണിൽ മാർക്കറ്റ് എന്ത് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്? ഈ ഒരു കിൽ സോണിന്റെ ടൈം ഓപ്പൺ ആകുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും? ഇതിന്റെ താഴെ പോയിക്കാണ്ട് ഈ ഒരു നമ്മളെ ഒരു കിൽ സോൺ ഉണ്ടാവല്ലോ, നമ്മളെ മുമ്പത്തെ ലണ്ടൻ കിൽ സോൺ, ഈ ഒരു കിൽ സോണിന്റെ താഴെ പോയിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വരും. എന്നിട്ട് നമ്മൾ കൺഫർമേഷൻ തരും. ഓക്കെ, ആ ഒരു രീതിക്ക് നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. അപ്പൊ കിൽ സോണിന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കണം. ഓക്കെ, ദെൻ ഈ ഒരു റെഡ് കളറിലുള്ള കിൽ സോൺ, ഇതും കിൽ സോൺ ആണ്. ഇത് ഏഷ്യൻ കിൽ സോൺ ആണ്. പക്ഷെ ഏഷ്യ പൊതുവെ ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട് മാർക്കറ്റ്. ഓക്കെ, ഏഷ്യൻ ടൈം ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്റെ എക്സ്പീരിയൻസ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഈ ഒരു ടാപ്പ് അവരുണ്ടല്ലോ, നമ്മൾ ഈ ഒരു 2 സെഷൻസ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ആവുന്നത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. സപ്പോസ് ഏഷ്യൻ ടൈമിലാണ് ഈ ഒരു ടാപ്പ് ഇവിടെ നടന്നിട്ടുള്ളത്, അതായത് ഏഷ്യൻ ടൈം നോക്കണമെന്നുണ്ടെങ്കിൽ എത്രയാണ്? രാവിലെ പുലർച്ചെ 6:30 മുതൽ 8:30 വരെ, ആ 2 മണിക്കൂർ. ആ 2 മണിക്കൂറിലാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട് ടാപ്പ് ആയിരുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ഓക്കെ, അത് മാനിപ്പുലേഷൻസ് ആണ്. മാർക്കറ്റ് അഗെയിൻ അതിന്റെ താഴെ പോകാൻ കൺഫർമേഷൻ കിട്ടിയാൽ പോലും താഴെ പോയി SL അടിക്കാനും സാധ്യതയുണ്ട്. കാരണം ഇതൊരു ലിക്വിഡിറ്റി ആണ്. മാർക്കറ്റിൽ, നമ്മുടെ ഫോറക്സ് മാർക്കറ്റിൽ ഏഷ്യൻ സെഷൻ ഒരു ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യും. അതിനെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്, കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ടാപ്പ് ആവുന്ന FEG ഈ ഒരു ടൈമിൽ ആവാതിരിക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടിയാണ് ഈ ഒരു റെഡ് ബോക്സിലായിട്ട് ഈ ഒരു സെഷൻ നമ്മൾ കിൽ സോൺ ടൈമിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കാം. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ, ഈ ഒരു ഹൈ, അതിന്റെ ഇടയിലുള്ള ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ല. സോ മാർക്കറ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തട്ടിയിട്ട് റിയാക്ഷൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാപ്പ് ആയത് കിൽ സോൺ ടൈമിലാണോ അല്ലേ എന്നുള്ളത് നോക്കാം. അതേപോലെ നെക്സ്റ്റ് ലോ ഹൈ ക്രിയേറ്റ് ആക്കി അഗെയിൻ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റ് ആക്കി. ഓക്കെ, അതിന്റെ ഉള്ളിൽ മാർക്കറ്റ് തട്ടിയിട്ട് റിയാക്ഷൻ പോയിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, എക്സ്ട്രീം ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇതൊരു ന്യൂസ് ക്യാൻഡിൽ ആവാൻ ചാൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. കാരണം ഇവിടെ ഓൾറെഡി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിട്ടും എക്സ്ട്രീമിൽ ഒന്ന് എടുത്തിട്ടുണ്ട്. സോ ന്യൂസ് ക്യാൻഡിൽ ആവാനാണ് പോസിബിലിറ്റി കൂടുതൽ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ടൈമിങ്ങിൽ നമ്മൾ മാർക്കറ്റിൽ ടാപ്പ് ആയത് കിൽ സോൺ ടൈമിലാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്രൈറ്റീരിയ ഓക്കെ ആയില്ലേ? സോ ഇതാണ് ആ ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ ഇതിൽ മാർക്കറ്റ് വന്ന കിൽ സോൺ ടൈമിലല്ലേ? ഓക്കെ, ഈ ഒരു റെഡ് കിൽ സോൺ ടൈമിലാണെങ്കിൽ നമ്മൾ എൻട്രി നോക്കൂല, ഏഷ്യൻ കിൽ സോണിൽ നമ്മൾ എൻട്രി നോക്കൂല. ഓക്കെ, ഇത് വന്നത് ലണ്ടൻ കിൽ സോണിലാണ്, 12:30 ശേഷമാണ്. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നത് 12:30 ശേഷം അല്ലേ? അപ്പൊ നമുക്ക് ഇവിടുന്ന് എൻട്രി നോക്കാം. ഓക്കെ, ദെൻ രണ്ടാമതോ? ഓക്കെ, ഇതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റത്തെ കിൽ സോൺ ഇതാ, ഏഷ്യനിൽ നമ്മൾ നോക്കൂല എന്ന് പറഞ്ഞതിനുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെയാണ് ഈ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലേ, ഇവിടെയാണ് നമ്മുടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് മാർക്കറ്റ് തട്ടിയിട്ടുള്ളത്. ഈ ഒരു ടാപ്പ് ആയതിനു ശേഷം നമുക്ക് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടിയാൽ നമ്മൾ എൻട്രി എടുക്കരുത്. കാരണം കിൽ സോൺ ടൈം അല്ലല്ലോ, ഇത് കിൽ സോൺ ടൈം അല്ല. ദെൻ അഗെയിൻ മാർക്കറ്റ് ഒന്ന് ടാപ്പായി, അത് ടാപ്പായ ടൈം ഏതാണ്? കിൽ സോൺ ആണ്. പക്ഷെ ഏതാണ്? ഏഷ്യൻ കിൽ സോൺ ആണ്. ഇവിടുന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടിയാൽ നമ്മൾ എടുക്കോ? ഇല്ല, എടുക്കരുത്. ദെൻ മാർക്കറ്റ് എന്ത് ചെയ്തു? പിന്നെയും ഡൗൺ പോയിട്ട് നമ്മുടെ ലണ്ടൻ കിൽ സോൺ ഓപ്പൺ ആയി. ഓക്കെ, ലണ്ടൻ കിൽ സോൺ ഓപ്പൺ ആയി നമുക്ക് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടി. ഇത് 50 മിനിറ്റ് ആണ്. 5 മിനിറ്റിൽ കൺഫർമേഷൻ കിട്ടിയ എന്ത് ചെയ്യും? നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കുന്നു. ഓക്കെ, മാക്സിമം TP ഇതായിരിക്കും. ഇതാണ് അതിന്റെ ഹൈ വരുന്നത്. അപ്പൊ ഇതുവരെ മാർക്കറ്റ് പോയിട്ടില്ലേ?
സോ അതാണ് ഈ മൂന്നാമത് എക്സാമ്പിൾ, നമ്മൾ മൂന്നാമത് കാണിച്ചെന്നുള്ള എക്സാമ്പിൾ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ന്യൂസ് ക്യാൻഡിൽ കണ്ടില്ലേ, ഈ ഒരു റിയാക്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ന്യൂസ് ക്യാൻഡിലാണ്. സോ മാർക്കറ്റ് വന്ന ടൈം ഏതാണ്? 12:30 to 15:30, നമ്മൾ കിൽ സോൺ ടൈമിന്റെ ലണ്ടൻ കിൽ സോൺ ടൈമിന്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോ ഒരു കിൽ സോൺ ടൈമിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ.